നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള കലാപരിപാടികൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ വേദിക്കും സദസ്സിനും ഇടയിൽ വലിയൊരു കർട്ടൻ, ഒരു തിരശീല സാധാരണ കാണാൻ കഴിയും. ആ കർട്ടൻ മാറ്റുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വേദിയിലുള്ള ഉപകരണങ്ങളും വേദിയിൽ നടക്കുന്ന പരിപാടികളും കാണാൻ കഴിയും. അതായത് വേദിയെ കാഴ്ചക്കാരിൽ നിന്നും മറയ്ക്കുവാൻ മാത്രമാണ് ഈ പറയുന്ന കർട്ടൻ, തിരശീല. എന്നാൽ തിരശീല തന്നെ ഒരു വലിയ അടയാളമായാലോ? നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അത്തരമൊരു തിരശീലയെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാം. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. തിരുനിവാസത്തിൻ്റെ രൂപകൽപ്പന പരിശോധിക്കുമ്പോൾ അതിൻ്റെ പുറം ഭംഗിയേക്കാൾ അന്തർഭാഗത്തിൻ്റെ വിശുദ്ധിക്കും മനോഹാരിതയ്ക്കുമാണ് ദൈവം പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാവും. മരുഭൂമിയിലെ കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കുന്നതിനായി പുറം ഭാഗം പരുക്കൻ മൂടുപടം കൊണ്ട് നിർമ്മിക്കപ്പെട്ടപ്പോൾ ഉൾവശം പൊന്നുകൊണ്ടും നേർത്ത പഞ്ഞിനൂൽ മൂടുപടം കൊണ്ടും അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായ നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നല്ല. ഈ സത്യം ഗ്രഹിച്ചതുകൊണ്ടാണ് അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങിച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. പുറപ്പാട് പുസ്തകം 26-27 അധ്യായം. സമാഗമന കൂടാരത്തിന് പുറത്ത് 4 മൂടുവിരികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മൂടുവിരി നൂലുകൊണ്ടുള്ളതും സമാഗമന കൂടാരത്തിൻ്റെ 30 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവുമുള്ള ഭാഗത്തെ മറയ്ക്കുന്നതുമായിരുന്നു. ഈ നൂലുകൊണ്ടുള്ള വിരി തിരുനിവാസത്തിൻ്റെ പാർശ്വങ്ങളിൽ തൂങ്ങിക്കിടന്നിരുന്നു. എന്നാൽ അത് നിലത്ത് മുട്ടിക്കിടക്കുവാൻ അനുവദിച്ചിരുന്നില്ല. 25-ാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം. നൂലുകൊണ്ടുണ്ടാക്കിയ മൂടുവിരി മനോഹരവും നല്ല ചിത്രപ്പണിയുള്ളതുമായിരുന്നു. ഓരോ വർണ്ണവും എവിടെ ആയിരിക്കണമെന്ന് പോലും ദൈവം വ്യക്തമായി പറയുന്നു. അവിടുന്നാണ് സൃഷ്ടാവും ശില്പിയും, ഇല്ലേ? ഇനി 7-ാം വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ട് രോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കണം. 11 മൂടുശീല വേണം. ഈ വിരികൾ ഒന്നിച്ച് ചേർത്ത് തുന്നേണ്ടതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 8-ാം വാക്യത്തിൽ ഓരോ മൂടുശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീല 11-നും ഒരു അളവ് ആയിരിക്കണം. ഈ മൂടുശീലയുടെ നീളം 30 മുഴമായിരുന്നു. തിരുനിവാസത്തിൻ്റെ മുകൾ ഭാഗവും പാർശ്വങ്ങളും കൃത്യമായി മൂടേണ്ടതിനായിരുന്നു അതുണ്ടാക്കിയത്. കൊളുത്തുകളും കണ്ണികളും ഉപയോഗിച്ച് അവ ഒരുമിച്ച് ചേർത്ത് ഇണക്കിയിരുന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ചുവപ്പിച്ച ആട്ടുകൊറ്റൻതോൽ കൊണ്ട് മൂടുവിരിക്കൊരു പുറമൂടിയും അതിൻ്റെ മീതെ തഹശുതോൽ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കണം. 3-ാമത്തെ മൂടുവിരി ചുവപ്പിച്ച ആട്ടുകൊറ്റൻതോൽ കൊണ്ടും 4-ാമത്തെ മൂടുവിരി തഹശുതോൽ കൊണ്ടും ഉണ്ടാക്കിയതായിരുന്നു. കൂടാരത്തിന് എല്ലാത്തിനും മീതെ തഹശുതോൽ കൊണ്ടുള്ള പുറംമൂടി വിരിച്ചിരുന്നു. പുറം മൂടിയായി എല്ലാത്തിനും മീതെ വിരിക്കപ്പെട്ടിരുന്ന തഹശുതോൽ മാത്രമാണ് പുറമേ ദൃശ്യമായി ഇരുന്നത്. അതിനാൽ പുറമേ നോക്കുമ്പോൾ യാതൊരു അഴകും ഇല്ലാത്തതായിട്ടത്ര കൂടാരം നിലകൊള്ളുന്നത്. ഈ മൂടുവിരികൾ ഓരോന്നിനും പ്രത്യേകാർത്ഥമുണ്ട്.
ഒന്നാമത്തെ മൂടുവിരി മനോഹരമായി നെയ്തെടുത്തതും കെരൂബുകളുടെ ചിത്രത്തയ്യൽ ഉള്ളതുമായ ഈജിപ്ഷ്യൻ പട്ടുനൂൽ കൊണ്ടുള്ളതാണ്. അത് നിലത്ത് മുട്ടിയിരുന്നില്ല. കൂടാരത്തിൻ്റെ അകത്തു നിന്ന് മാത്രമേ ആ മൂടുവിരി കാണുവാനും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാനും കഴിയുമായിരുന്നുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തെ ലോകത്തിന് കാണുവാൻ കഴിയുകയില്ല എന്ന വസ്തുതയാണ് ഈ മൂടുവിരി കാണിക്കുന്നത്. കർത്താവ് 10,000-ങ്ങളിൽ സുന്ദരനാകുന്നു എന്ന് നാം പറയുമ്പോഴും പുറമേ നിന്ന് നോക്കിയാൽ ആ മനോഹാരിത ഒരിക്കലും അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകം അവനെ നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, എന്നാൽ അവനെ ശരിയായി അറിഞ്ഞവർക്ക് മാത്രമേ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ആർദ്രതയുടെ സൗന്ദര്യവും വിശുദ്ധിയുടെ ശ്രേഷ്ഠതയും മനസ്സിലാക്കാൻ കഴിയൂ. യേശുവിനെ ക്രിസ്തുവിശ്വാസികൾ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. നാം അവനെ ഭക്ഷിക്കുക മാത്രമല്ല, അവൻ്റെ സൗന്ദര്യത്തിൽ അവനെ ദർശിക്കേണ്ടതുമാണ്. 17-ാം സങ്കീർത്തനത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്ന് സങ്കീർത്തനക്കാരൻ പാടി. കെരൂബുകളുടെ ചിറകുകൾ സമാഗമന കൂടാരത്തിന് പുറമേയുള്ള നൂൽ കൊണ്ടുണ്ടാക്കിയ തുണിയിൽ നെയ്തിരുന്നു. എന്നാൽ നമുക്ക് മറഞ്ഞിരിക്കുവാൻ പറ്റിയ സ്ഥലമാണ് അവൻ്റെ ചിറകിൻ്റെ അടിഭാഗം. അതോടൊപ്പം നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായ അവനെ നാം ആരാധിക്കുകയും വേണം. രണ്ടാമത്തെ മൂടുവിരി കോലാട്ട് രോമം കൊണ്ടുള്ളതായിരുന്നു. അത് നിലത്ത് മൂടിക്കിടന്നിരുന്നു. പാപികളെ രക്ഷിക്കുവാൻ മതിയായവനായ ക്രിസ്തുവിനെ ഈ മൂടുവിരി സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിഴലാണ് ഇത്. എബ്രായലേഖനം 9:26 നാം വായിക്കുന്നു, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അവിടുന്ന് പ്രത്യക്ഷനായി എന്നുള്ള ദൂതാണ് പ്രചരിക്കേണ്ടത്. കോലാട്ട് രോമം കൊണ്ടുള്ള മൂടുവിരി ഈ കഥയാണ് വിവരിക്കുന്നത്. ഈ മൂടുവിരി കാണുമ്പോൾ ഓരോരുത്തരും ഓർക്കുന്നത് അവൻ്റെ മരണമാണ്, നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പ്രത്യക്ഷനായ ആ വലിയ സംഭവം. മൂന്നാമത്തെ മൂടുവിരി ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ടുള്ളതാണ്. ഈ വിരി ക്രിസ്തുവിൻ്റെ ശക്തിയെയും ക്രൂശിലെ അവൻ്റെ യാഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് പകരം അവൻ യാഗമായി തീർന്നതിൻ്റെ പ്രതീകമാണിത്. നാലാമത്തെ മൂടുവിരി തഹശുതോൽ കൊണ്ടുണ്ടാക്കിയതാണ്. 40 വർഷക്കാലത്തെ മരുഭൂമിയിലെ കാലാവസ്ഥയും പഴക്കവും മൂലം ഈ മൂടുവിരി വികൃതമായി തീർന്നിരുന്നു. എന്നാൽ അകത്തുണ്ടായിരുന്നതിന് അതെല്ലായ്പ്പോഴും സംരക്ഷണം നൽകിയിരുന്നു. മനുഷ്യരുടെ മുൻപാകെയുള്ള ക്രിസ്തുവിൻ്റെ നടപ്പിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തെ കാണിച്ചു കൊടുക്കുവാൻ നൂൽ കൊണ്ടുള്ള മൂടുവിരി അകത്തുണ്ടായിരുന്നത് പോലെ ഈ തകശുതോൽ മൂടുവിരിക്ക് യാതൊരു സൗന്ദര്യവും വെളിപ്പെടുത്തുവാൻ ഉണ്ടായിരുന്നില്ല. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അവർ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവിടുത്തെ സൗന്ദര്യം കാണുവാൻ നാം ഉള്ളിലേക്ക് കടക്കേണ്ടതാണ്. നാം അവനിൽ കാണുന്നത് ലോകത്തിന് അവനിൽ കാണുവാൻ കഴിയുന്നില്ല. ഇനിയും തിരുനിവാസത്തിൻ്റെ പലകകളും ചുവടുകളുമാണ് നാം കാണുവാൻ പോകുന്നത്. 26-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിൻ്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പലകൾ ഉണ്ടാക്കണം. തെക്കുവശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് 40 ചുവട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവട് ഉണ്ടാക്കണം. ഈ പലകകളും കതിരമരത്തിൻ്റെ തടിയിൽ നിന്ന് എടുത്തവയായിരുന്നു എന്ന് ശ്രദ്ധിച്ചല്ലോ. കേട് സംഭവിക്കാത്ത കടുപ്പമുള്ള തടിയായിരുന്നു ഖദിരമരം എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഈ പലകകൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞവയായിരുന്നു. ഓരോ വശത്തും 20 പലകകളും തിരുനിവാസത്തിൻ്റെ പുറകുവശത്ത് 10 പലകകളുമായിരുന്നു ഉണ്ടായിരുന്നത്.
പലകകൾ തമ്മിൽ കവിഞ്ഞ് കിടക്കുമായിരുന്നു. എന്നാൽ അത് തിരുനിവാസത്തെ ഭംഗിയാക്കി തീർത്തു. പലകകളിന്മേൽ വളയങ്ങളുണ്ടായിരുന്നു. വളയങ്ങളിൽ കൂടി തണ്ട് കടന്നു പോകുന്നു. അവ തിരുനിവാസത്തെ ഒരുമിച്ച് നിർത്തുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നും, പലകകളും നൂലുകളും വിരികളും, എല്ലാം ക്രിസ്തുവിൻ്റെ ആളത്വത്തെയോ അവൻ്റെ പ്രവർത്തനത്തെയോ കുറിക്കുന്നതാണ്. ഓരോ വിരിയും ഓരോ നൂലും ഉപകരണത്തിലെ ഓരോ വസ്തുവും രക്ഷകൻ്റെ എന്തെങ്കിലും സ്വഭാവം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ നൂലിനെയും കുറിച്ച് പഠിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അവനെ കൂടുതൽ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നമ്മെ സഹായിക്കുന്നതാണ്. തണ്ടുകൾ തിരുനിവാസത്തെ ഒന്നിച്ച് ചേർത്ത് വെച്ചിരുന്നത് പോലെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യവിശ്വാസികളെ ഒരുമിച്ച് ചേർക്കുന്നു. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണമെന്നാണ് വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്. തിരുനിവാസത്തെ മൂടിയിരുന്ന ഓരോ മൂടുവിരിക്കും പ്രത്യേക നിറവും ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യവും ഉണ്ടായിരുന്നു. സ്വർഗീയ നിറമായ നീലയും ക്രിസ്തുവിൻ്റെ രക്തത്തെ സൂചിപ്പിക്കുന്ന ചുവപ്പും രാജ്യത്വത്തെ കുറിക്കുന്ന നീലയും ചുമപ്പും കലർന്ന ധൂമ്ര നിറവും ഉണ്ടായിരുന്നു. നീലയും ചുവപ്പും സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്നതിനെ അഥവാ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പും നീലയും കലർന്ന ധൂമ്ര നിറം അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന വസ്തുതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പലകകളും തണ്ടുകളും വളയങ്ങളും എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് കുറിക്കുന്നത്. ഇങ്ങനെ നാം പഠിക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ എത്ര ആഴമായി അറിയുവാൻ നമുക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഇവ ഓരോന്നും കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. 31, 32 വാക്യങ്ങൾ 26-ാം അധ്യായത്തിൻ്റെ 31. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടൊരു തിരശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകളുള്ളതായി അതിനെ ഉണ്ടാക്കണം. പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുകളുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 കതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. തിരശീല 4 സ്തംഭങ്ങളിന്മേൽ തൂക്കിയിട്ടിരുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. സ്തംഭങ്ങൾ പൊന്നു പൊതിഞ്ഞതും വെള്ളി കൊണ്ടുള്ള ചുവടുള്ളതുമായ കതിരമരം കൊണ്ടുണ്ടാക്കിയതാണ്. വീണ്ടെടുപ്പിൽ കൂടിയാണ് ദൈവം ഭൂമിയെ അവകാശപ്പെടുത്തുന്നത് എന്നതിനെയാണ് ഇത് കുറിക്കുന്നത്. സമാഗമന കൂടാരത്തിലെ മറ്റ് സ്തംഭങ്ങളിൽ നിന്നും ഇവ വ്യത്യസ്തമായിരുന്നു. കാരണം ഈ സ്തംഭങ്ങളുടെ മുകൾ ഭാഗം പറ്റെ മുറിച്ചവയായിരുന്നു. അവയ്ക്ക് സ്തൂപമില്ലായിരുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. യേശുക്രിസ്തു ജീവനുള്ളവരുടെ ദേശത്തു നിന്നും ഛേദിക്കപ്പെട്ടു. അവൻ വെറും 33 വയസ്സുവരെ മാത്രമേ ജീവനുള്ളവരുടെ ദേശത്ത് പാർത്തുള്ളൂ, എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പാർത്തുള്ളൂ. തിരശീല നേർമയായി നെയ്തെടുത്ത തുണി കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ഏക പ്രവേശനവും അതുവഴിയായിരുന്നു. തിരശീല ക്രിസ്തുവിൻ്റെ മഹത്വത്തെ കുറിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമുക്കറിയാം, ദേവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടിവരെ 2ആയി കീറി. അത് അവൻ്റെ ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപാടിനെയാണ് ചിത്രീകരിക്കുന്നത്. ആലയത്തിലെ തിരശീല 2ആയി കീറിയപ്പോൾ ദൈവസന്നിധിയിലേക്കുള്ള വഴി മനുഷ്യന് തുറന്ന് കൊടുക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിങ്കിലേക്ക് ചെന്ന് ചേരുന്നതിനുള്ള ഏക മാർഗം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ ഒരു വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതെ, ദൈവത്തിങ്കിലേക്കും മനുഷ്യവർഗത്തിന് പ്രവേശിക്കുവാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. ഏതെങ്കിലും ഒരു സഭയിലെ അംഗവും അവിടുത്തെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിച്ച, പരമാർത്ഥതയുള്ള ഹൃദയത്തോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയും ആയാൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം ഒരിക്കലും അതിനെ പിന്താങ്ങുന്നില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് അബദ്ധമാണ്. കാരണം അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു വചനവും നിങ്ങൾക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുകയില്ല. തിരശീല എത്ര മനോഹരമായൊരു ചിത്രമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്.
അത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ നമുക്ക് കാണിച്ചു തരുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് നമ്മെ രക്ഷിക്കുന്നത്. അവൻ്റെ പാപം ചെയ്യാത്ത ജീവിതം നമ്മെ കുറ്റം വിധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ തിരശീലയുടെ മുൻപാകെ ശിക്ഷ വിധിക്കപ്പെട്ടവനായിട്ടാണ് നിൽക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്തവനായി ഞാൻ എന്നെ കാണുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. അപ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം ദൈവത്തിങ്കിലേക്കുള്ള മാർഗം തുറന്നു കിട്ടി. ചീന്തപ്പെട്ട തിരശീല അതാണ് ചിത്രീകരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം അതൊരു തിരശീലയുടെ ചിത്രീകരണത്തിലൂടെ താൻ തിരഞ്ഞെടുത്ത ജനത്തെ മുന്നറിയിച്ചു. അതെ, തൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് മരിക്കുവാൻ, ചീന്തപ്പെടുവാൻ പോകുന്നു. അതുമൂലം മാത്രമേ മനുഷ്യന് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, അതായത് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ എന്ന വലിയ സത്യം ദൈവം അവരെ പഠിപ്പിച്ചു. പക്ഷേ അവരത് പഠിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സ്ഥിതി. 26-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങൾ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിൻ്റെ വാതിലിനുണ്ടാക്കണം. മറശീലയ്ക്ക് കതിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം. സ്വർണ്ണ വിളക്ക് തണ്ടും കാഴ്ചയപ്പത്തിൻ്റെ മേശയും ധൂമ്രപീഠവും സ്ഥിതി ചെയ്തിരുന്ന ആരാധനാ സ്ഥലമായ വിശുദ്ധ സ്ഥലത്തേക്ക് നയിക്കുന്നത് ഈ മറശീലയാണ്. ദൈവത്തെ പഴയ രീതിയിൽ ആരാധിക്കുവാൻ നമുക്കിന്ന് കഴിയുകയില്ല. അർത്ഥപൂർണമായി ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ യേശുവിലൂടെ ദൈവത്തെ സമീപിക്കേണ്ടതാണ്. യേശുവിൻ്റെ വാക്കുകൾ തന്നെ എടുത്താൽ, സത്യ നമസ്കാരികളാകാൻ അവനെ നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതാണ്. ഇവിടെയുള്ള 2 തിരശീലകളും യേശുക്രിസ്തുവിൻ്റെ മുൻകുറിയാണ്. ദൈവത്തെങ്കിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ഒരേ ഒരു മാർഗം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. 27-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈ അധ്യായത്തിൽ നാം സമാഗമന കൂടാരത്തിൻ്റെ പുറത്തേക്ക് നീങ്ങുമ്പോൾ പ്രാകാരത്തിലെ ഉപകരണങ്ങൾ താമ്രം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായി കാണുന്നു. നാം അതിവിശുദ്ധ സ്ഥലത്ത് നിന്നും വിശുദ്ധ സ്ഥലത്ത് നിന്നും ഇപ്പോൾ പ്രാകാരത്തിലേക്ക് വരികയാണ്. ഇവിടെ ഇതാ താമ്രം കൊണ്ടുള്ള യാഗപീഠവും താമ്രത്തൊട്ടിയും. അകത്ത് അവ സ്വർണം കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ദൈവത്തോട് അടുക്കും തോറും യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ വെളിയിലേക്ക് നീങ്ങും തോറും ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിനായിരിക്കും പ്രാധാന്യം. 27-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ, 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവും ആയിരിക്കണം. അതിൻ്റെ 4 കോണിലും കൊമ്പ് ഉണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം. പുറത്തെ പ്രാകാരത്തിലെ ഉപകരണങ്ങൾ താമ്രം കൊണ്ട് ഉണ്ടാക്കിയവയായിരുന്നു. അത് പാപത്തിൻ്റെ മേലുള്ള ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതുണ്ട്. വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പാപമാകുന്ന പ്രശ്നം കൈകാര്യം ചെയ്തിരിക്കേണ്ടതാണ് എന്നതാണ് ആ വലിയ വിഷയം. വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളവയായിരുന്നു. അവ ദൈവവുമായുള്ള കൂട്ടായ്മയെയും ദൈവത്തെ ആരാധിക്കുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ സ്ഥലത്ത് യാതൊരു പാപവുമില്ല. പുറത്തെ പ്രാകാരത്തിൽ തന്നെ പാപമാകുന്ന പ്രശ്നം കൈകാര്യം ചെയ്തിരുന്നു. മനുഷ്യൻ പുറമേയാണ് നിൽക്കുന്നത്. അവൻ എപ്രകാരം ദൈവത്തെ സമീപിക്കുവാൻ കഴിയും? ഒന്നാമതായി അവൻ ആവശ്യം തനിക്ക് പകരം മരിക്കുവാൻ തയ്യാറുള്ള ഒരു പകരക്കാരനെയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഒഴിവാക്കുവാൻ മനുഷ്യൻ ശ്രമിച്ചേക്കാം. എന്നാൽ ദൈവത്തെ കണ്ടിട്ടും മരിക്കാതിരിക്കണമെങ്കിൽ അവനൊരു പകരക്കാരൻ ആവശ്യമാണ്. അവന് വേണ്ടി ആരെങ്കിലും ഒരാൾ ആ താമ്ര യാഗപീഠത്തിന്മേൽ മരിക്കേണ്ടതാണ്. ഈ യാഗപീഠത്തെ ചിലപ്പോൾ യഹോവയുടെ മേശയെന്നും ഹോമയാഗപീഠമെന്നും വിളിക്കാറുണ്ട്. ഇവിടെയാണ് ദൈവം പാപിയുമായി ഇടപെടുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെയാണ് സൂചിപ്പിക്കുന്നത്.
ക്രിസ്തുവാണ് വാസ്തവത്തിൽ മനുഷ്യന് പകരമായി മരിച്ചതെന്ന് ഇത് കാണിക്കുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീനെന്ന്. ഓർക്കുന്നില്ലേ? ക്രിസ്തു നമ്മുടെ ഹോമയാഗമായിരുന്നു. യാഗപീഠം മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിലും അതിൻ്റെ മാതൃക സ്വർഗത്തിലാണുള്ളത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട യാഗപീഠമായിരുന്നു ക്രൂശ് എന്നുള്ളത്. ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരവും മുന്നറിവിനനുസരിച്ചും കർത്താവായ ക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു. താമര യാഗപീഠം ഒഴിവാക്കി ദൈവത്തിങ്കിലേക്ക് സമീപിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. എന്നാൽ അവിടെ പാപിക്ക് പകരമായി ഒരു യാഗവസ്തു ആവശ്യമാണ്. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എത്ര മനോഹരമായിട്ടാണ് പുതിയ നിയമത്തിൽ യേശുവിലേക്ക് നീങ്ങുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരാണിത് കണ്ടത്? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ ക്രിസ്തുവിനെ യാഗപീഠത്തിന്മേലുള്ള പ്രതിപുരുഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ക്രൂശിലായിരുന്ന അവസാനത്തെ 3 മണിക്കൂറുകളിൽ ഇരുട്ട് വ്യാപിക്കുകയും ക്രിസ്തു ലോകത്തിൻ്റെ പാപങ്ങളുടെ പ്രായശ്ചിത്ത വില നൽകുകയും ചെയ്തപ്പോൾ ക്രൂശിൽ സംഭവിച്ചത് അതാണ്. അതുമൂലം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിൽ സംഭവിച്ച വലിയ മാറ്റം നോക്കുക. അതെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. മനുഷ്യൻ താമ്ര യാഗപീഠത്തിങ്കലേക്ക് കടന്നു വരാത്തിടത്തോളം അവന് ദൈവത്തെ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സേവിക്കുവാനോ കഴിയുമായിരുന്നില്ല. ഓരോ പുരോഹിതനും ഓരോ ലേവ്യനും ഈ യാഗപീഠത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരേണ്ടതായിരുന്നു. യേശു കർത്താവ് ആ യാഗപീഠം വഴി പോയിരുന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുമായിരുന്നില്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച കുഞ്ഞാട് മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാടുമാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലാണ് യാഗപീഠം സ്ഥിതി ചെയ്തിരുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് സ്വർഗത്തിന് മുൻപായി നിൽക്കുന്നു. അതായത് ക്രൂശ് ഈ ഭൂമിയിലാണ് ഉയർത്തപ്പെട്ടതെങ്കിലും ഈ ക്രൂശിൽ കൂടി അല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. യാഗപീഠത്തെ പൊതിഞ്ഞിരുന്ന താമ്രം ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. താമ്രം പൊതിഞ്ഞ കതിരമരം യാഗത്തിനുള്ള അവൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് ഇവിടെ ലഭിക്കുന്നു. 27-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. ഒരു നീണ്ട ഭാഗമാണല്ലോ. ഇവിടെ വീണ്ടും മറയുടെ നിറങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ്. ഇതൊരു കഥ പറയുകയാണ്. നീല നിറം ആകാശത്തിൻ്റെ നിറമാണ്. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന വലിയ വസ്തുതയാണ് അത് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും മനുഷ്യജാതിക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞ രക്തത്തെയും സൂചിപ്പിക്കുന്നു. ധൂമ്ര നിറം നീലയും ചുവപ്പും ചേർന്ന നിറമാണ്. രാജാക്കന്മാർ ധരിക്കുന്ന വസ്ത്രമാണ് ധൂമ്രവസ്ത്രം. അത് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. ഇത് പ്രാകാരവാതിലിൻ്റെ മറയാണ്. ഇതിൽ കൂടിയാണ് പുരോഹിതന്മാരും ലേവ്യരും പ്രവേശിച്ചിരുന്നത്. ഈ വാതിലിന് 5 മുഴം ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ. സമാഗമന കൂടാരത്തിന് പുറത്തുണ്ടായിരുന്ന വേലിക്ക് 100 മുഴം നീളവും 50 മുഴം വീതിയും ഉണ്ടായിരുന്നു. അത് വെണ്മയുള്ള പഞ്ഞി നൂലുകൊണ്ട് ചുറ്റും മറച്ചിരുന്നു. അകത്തുള്ളവരെ അത് പുറത്തുള്ളവരിൽ നിന്ന് വേർതിരിച്ചിരുന്നു. ഇനിയും വിളക്കിനാവശ്യമായ എണ്ണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അത് 27-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം കാണുന്നു. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. എണ്ണ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. സെക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്കറിയാം, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് പ്രകാശം. പരിശുദ്ധാത്മാവ് തന്നെക്കുറിച്ച് പറയുകയല്ല, മറിച്ച് അവൻ ക്രിസ്തുവിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. 27-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള
തിരശീലയ്ക്ക് പുറത്ത് അഹറോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വയ്ക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. കത്തുന്ന വിളക്ക് യേശുക്രിസ്തുവിനെ കുറിക്കുന്നു. എന്നാൽ നാം ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നതിനാൽ ലോകം അവൻ്റെ പ്രകാശം കാണുവാൻ തക്കവണ്ണം നമ്മൾ വെളിച്ചങ്ങളായി ശോഭിക്കേണ്ടതാണ്. എന്നാൽ നാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രകാശിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ചിന്തിച്ചു നോക്കിക്കാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ നമ്മെ ഉപയോഗമുള്ളവരായി മാറ്റുവാൻ കഴിയുകയുള്ളൂ. സ്വന്തം കഴിവിനാൽ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ ശ്രമിച്ച് നമ്മൾ പരാജയപ്പെടുന്നില്ലേ? ആയതിനാൽ കർത്താവിൻ്റെ സൗന്ദര്യത്തെ മറ്റുള്ളവർ ദർശിക്കേണ്ടതിന് പകരം നമ്മെ ദർശിച്ച് മനുഷ്യർ നിരാശപ്പെടുകയാണ്. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള വ്യക്തിയാകുന്നില്ലെങ്കിൽ അത് കഷ്ടമാണ്. അതെ, എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്തയിലെ. ഇനി മുൻപ് സൂചിപ്പിച്ചിട്ടില്ലാത്ത 2 ഉപകരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അതിൽ ഒരു ഉപകരണം ധൂപപീഠമാണ്. അതിനെക്കുറിച്ച് 30-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകുമ്പോൾ ഈ ധൂപപീഠത്തിൽ കൂടിയാണ് വരേണ്ടത്. മറ്റൊന്ന് താമ്രത്തൊട്ടിയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ഒരാളെ ശുദ്ധനാക്കുകയാണ് താമ്രത്തൊട്ടി ചെയ്തിരുന്നത്. താമ്ര യാഗപീഠത്തെങ്കിൽ താങ്കൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും താമ്രത്തൊട്ടിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെടുകയും ശുദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അനുവാദമുള്ളൂ. ഇങ്ങനെ ഇത്തരം അടയാളങ്ങളെല്ലാം എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? ദൈവം താൻ തിരഞ്ഞെടുത്ത ജനത്തിന് കൊടുത്ത നിർദ്ദേശങ്ങളിലൂടെയും കൽപ്പനകളിലൂടെയും ലോകരക്ഷയ്ക്കായി താൻ അയക്കുവാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള സൂചനകൾ മുന്നമേ നൽകി എന്നത് എത്ര ആശ്വാസകരമാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര അഗോചരമാണല്ലേ? അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുനിവാസത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിൽ നിന്നുമാണ് ആരംഭിച്ചതെങ്കിലും അവിടേക്കുള്ള യഥാർത്ഥ പ്രവേശന മാർഗം പ്രാകാരത്തിലൂടെയാണ്. യാഗപീഠവും താമ്രത്തൊട്ടിയും പിന്നിടാതെ ആർക്കും തിരുനിവാസത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ തുറക്കപ്പെട്ട പുതിയ വഴിയും സുവിശേഷത്തിലുള്ള വിശ്വാസവുമാണ് തിരുനിവാസത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. യാഗപീഠത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ ദൈവം കൃപയാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.